സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ ഇന്നലെയോ ഇന്നോ ഭാഗം 1. അരമണിക്കൂർ വൈകിയാണ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന ഐലൻഡ് എക്സ്പ്രസ് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു നിന്നത്. ഉച്ചസമയം. 2 ടയർ AC ബോഗിയിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള ഷോൾഡർ ബാഗും വലിയ സൂട്ട് കേസുമായി സുന്ദരിയായ ഒരു യുവതി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. നീല ടൈറ്റ് ജീൻസും വെള്ള ടീഷർട്ടുമായിരുന്നു അവളുടെ വേഷം. ചുമലിന് താഴെ വെച്ച് മുടി മുറിച്ചിരുന്നു. അവൾ കറുത്ത കണ്ണട ധരിച്ചിരുന്നു. പ്ലാറ്റ്ഫോമിലെ തിരക്കൊഴിയാൻ അവൾ അല്പനേരം മാറി നിന്ന് കാത്തു. ഓവർ ബ്രിഡ്ജ് കയറി വേണം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ. അവിടെയാണ് സ്റ്റേഷനും പുറത്തേക്കുള്ള വഴിയും. വീലുകൾ ഘടിപ്പിച്ച സൂട്ട് കേസാണ്. അത് പ്ലാറ്റ്ഫോമിലൂടെ ഉരുട്ടിക്കൊണ്ടു പോകാം. പക്ഷേ ഓവർ ബ്രിഡ്ജ്? കൂലി വേണോ? ചുവന്ന തലക്കെട്ടുമായി ഒരു പോർട്ടർ അവളെ സമീപിച്ചു. വേണം. അവൾ തല കുലുക്കി. ഭാരമുള്ള സൂട്ട് കേസ് താങ്ങിയെടുത്ത് തലയിൽ വെച്ച് അയാൾ ഓവർ ബ്രിഡ്ജിന് നേരെ നടന്നു. അവൾ പിന്നാലെ ചെന്നു. പ്ലാറ്റ്ഫോമിൽ നിടന്നിരുന്ന തീവണ്ടി അപ്പോൾ മെല്ലെ നീങ്ങി തുടങ്ങി. ഇവിടെ ക്ലോക്ക് റൂം ഉണ്ടോ? പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവൾ പോർട്ടറോട് ചോദിച്ചു. ഉണ്ട്, അയാൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. എങ്കിൽ അങ്ങോട്ട് പോവാം. കുറെ യാത്രക്കാർ അപ്പോഴും ഓവർ ബ്രിഡ്ജിന്റെ പടികൾ കയറുന്നുണ്ടായിരുന്നു. അവർക്കിടയിലൂടെ അവൾ പോർട്ടറുടെ ഒപ്പം നടന്നു. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂമിന്റെ തൊട്ടടുത്ത മുറിയായിരുന്നു ക്ലോക്ക് റൂം. പോർട്ടർ അവിടേക്ക് കയറി ചെന്ന് കോൺക്രീറ്റ് കൗണ്ടറിലേക്ക് സൂട്ട് കേസ് ഇറക്കി വെച്ചു. വെള്ള പാൻസും ഷർട്ടും ധരിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ക്ലോക്ക് റൂമിന്റെ ചുമതല. ഐ വാണ്ട് ടു കീപ് ദിസ് സൂട്ട് കേസ്, അവൾ പറഞ്ഞു. ലിപ്സ്റ്റിക് മാഞ്ഞു തുടങ്ങിയ അവളുടെ ചുണ്ടുകളിലേക്കാണ് അയാൾ ആദ്യം നോക്കിയത്. കറുത്ത കണ്ണടയ്ക്ക് പിന്നിലെ കണ്ണുകൾ അയാൾക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. ടിക്കറ്റ് പ്ലീസ്, അയാൾ ആവശ്യപ്പെട്ടു. ഷോൾഡർ ബാഗ് കൗണ്ടറിലേക്ക് വെച്ചിട്ട് അതിൽ നിന്ന് വെള്ള നിറത്തിലുള്ള ഒരു ലേഡീസ് ബാഗ് അവൾ പുറത്തെടുത്തു. അതിനുള്ളിലായിരുന്നു ടിക്കറ്റ്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നാണ് അല്ലേ? ടിക്കറ്റ് വാങ്ങി നോക്കിയിട്ട് അയാൾ സ്വയം പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. ID പ്രൂഫ്? അയാൾ ചോദിച്ചു. ലേഡീസ് ബാഗിൽ നിന്ന് നീല റിബണിൽ കോർത്തിട്ട കമ്പനി വക ഫോട്ടോ ID കാർഡ് അവൾ എടുത്തു കൊടുത്തു. ഇഷ അരവിന്ദ്, ടീം ലീഡർ, മൈക്രോസോഫ്റ്റ്. വായിച്ചിട്ട് അയാൾ കൗതുകത്തോടെ തല ഉയർത്തി നോക്കി. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാവും? യാ, അവൾ തലകുലുക്കി. എൻ്റെ ഒരു കസിൻ അവിടുണ്ട്, ജോൺ സെക്കറിയ. അയർക്കുന്നത്തുകാരനാ. ഞങ്ങൾ അവളെ ജോണിക്കുട്ടി എന്നാ വിളിക്കുന്നത്. പരിചയമുണ്ടോ? നോ. അവൾക്ക് ബോറടിച്ചു തുടങ്ങിയിരുന്നു. അവളുടെ മുഖഭാവത്തിൽ നിന്ന് അത് മനസ്സിലായത് കൊണ്ടാവാം കൂടുതൽ ചോദ്യമൊന്നും ഉണ്ടായില്ല. ടിക്കറ്റും ID കാർഡും അയാൾ തിരികെ കൊടുത്തു. ലഗേജ് സ്വീകരിച്ചതിന്റെ രസീത് വാങ്ങി ഹാൻഡ് ബാഗുമായി അവൾ തിരിഞ്ഞപ്പോഴാണ് പോർട്ടർ പോകാതെ നിൽക്കുന്നത് കണ്ടത്. അയാൾക്ക് കൂലി കൊടുത്തില്ലല്ലോ എന്ന് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു. പേഴ്സിൽ നിന്ന് 100-ന്റെ ഒറ്റ നോട്ടെടുത്ത് അവൾ അയാൾക്ക് കൊടുത്തു. അയാൾക്ക് സന്തോഷമായി. ബായ്, ഈ ദേവലോകം ഇവിടെ അടുത്താണോ? അവൾ തിരക്കി. അരമനയിൽ പോകാനാണോ? അല്ല, അവിടെ ഒരു വീട്ടിൽ. ഓട്ടോയിൽ പോയാൽ മതി, വലിയ ദൂരമില്ല, അയാൾ പറഞ്ഞു. ഇഷ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വെയിലിന് നല്ല ചൂട്. തൊണ്ട വരളുന്നുണ്ടായിരുന്നു. ബാഗ് തുറന്നു നോക്കിയപ്പോൾ മിനറൽ വാട്ടറിന്റെ കുപ്പിയിൽ ഒരു കവിൾ വെള്ളം ബാക്കിയുണ്ട്. അവൾ അത് കുടിച്ചു. ഒഴിഞ്ഞ കുപ്പി നിക്ഷേപിക്കാൻ വേസ്റ്റ് ബാസ്ക്കറ്റിനായി ചുറ്റിനും കണ്ണുകൾ കൊണ്ട് തെരഞ്ഞെങ്കിലും കണ്ടുകിട്ടിയില്ല. കുപ്പി അവൾ ബാഗിൽ തന്നെ സൂക്ഷിച്ചു. രാവിലെ ട്രെയിനിൽ നിന്ന് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് മനസ്സിൽ പിടിച്ചില്ല. അത് കഴിക്കാതിരുന്നത് കൊണ്ട് നല്ല വിശപ്പും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഓട്ടോകൾ നിരയായി കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഓട്ടോയിൽ അവൾ കയറി. ദേവലോകം. ഡ്രൈവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ അറിയിച്ചു. സ്റ്റേഷനിൽ നിന്ന് വണ്ടി ഗേറ്റ് വഴി പുറത്തേക്കിറങ്ങി ഇടത്തേക്ക് തിരിഞ്ഞോടി. ജമുന 3-4 വർഷം താമസിച്ചത് ഈ ടൗണിലാണ്. ഇതുവഴി അവൾ എത്രയോ തവണ സഞ്ചരിച്ചിട്ടുണ്ടാവണം. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കാലത്ത് ഇവിടെ നിർമ്മലാൻറ്റിയുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് അവൾ താമസിച്ചത്. പുറത്തേക്ക് നോക്കി ഇരുവശത്തെയും കടകൾ കണ്ട് ഇഷയിരുന്നു. ദേവലോകമായി ഇനി എങ്ങോട്ടാ? ഡ്രൈവർ ചോദിച്ചു. പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് മുമ്പോട്ട് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു നിർമ്മല കോട്ടേജ് ഉണ്ട്. ഓട്ടോ കുറച്ചു ദൂരം കൂടി ഓടി. മഞ്ഞച്ചായം പൂശിയ മതിലും കറുത്ത ഇരുമ്പഴികൾ കൊണ്ട് നിർമ്മിച്ച ഗേറ്റുമുള്ള പഴയ മട്ടിലുള്ള ഒരു ഇരുനില വീടിന്റെ മുമ്പിൽ ചെന്ന് ഒടുവിൽ അത് നിന്നു. ഗേറ്റിന്റെ തൂണിൽ നിർമ്മല കോട്ടേജ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ
ഓട്ടോയിൽ നിന്നിറങ്ങി. ജമുന തന്ന വിവരണം അനുസരിച്ച് വീട് ഇത് തന്നെ. ഗേറ്റ് മുതൽ ഉള്ളിലേക്ക് ആറ്റുമണൽ വിരിച്ച പാത. ഇരുവശത്തും വളർന്നു നിൽക്കുന്ന ക്രോട്ടൺ ചെടികൾ. സാമാന്യ വലിയ കെട്ടിടമാണ്. മുകൾ നില ഓടുമേഞ്ഞിരിക്കുന്നു. താഴെയും മുകളിലും മരത്തിന്റെ കൈവരികളുള്ള വരാന്തയുണ്ട്. മുറ്റത്ത് ഇലർച്ചാർത്തുള്ള ഒരത്തിമരം. അവൾ ഓട്ടോ വിട്ടു. ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. അവൾ അതിന്റെ ഒരു പാളി തുറന്ന് അകത്തേക്ക് കയറി. മണൽ വിരിച്ച പാതയിലൂടെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ ഇരുവശത്തും നന്നായി പരിപാലിക്കുന്ന പച്ച പുൽത്തകിടിയും ഓരത്ത് വരിയായി നട്ടുപിടിപ്പിച്ച പൂച്ചെടികളും കണ്ടു. വിശാലമായ മുറ്റം. കുറുകെ നെറ്റി കെട്ടിയാവണം ജമുന ഷട്ടിൽ കോക്ക് കളിച്ചത്. പുറത്താരെയും കാണാനില്ല. മുൻവാതിൽ അടഞ്ഞു കിടക്കുന്നു. അവൾ സംശയിച്ചു നിൽക്കുമ്പോഴാണ് കഴുകിപ്പിഴിഞ്ഞ തുണികൾ നിറച്ച നീല ബക്കറ്റും തൂക്കി 35 വയസ്സ് തോന്നിക്കുന്ന വെളുത്തു തടിച്ച ഒരു സ്ത്രീ വീടിന്റെ പിന്നിൽ നിന്ന് വന്നത്. അവരുടെ നൈറ്റിയുടെ അടിഭാഗം വെള്ളം വീണ് നനഞ്ഞിരുന്നു. ഇഷയെ കണ്ട് അവർ ഒന്ന് പകച്ചു. നിർമ്മലാൻറ്റിയുടെ വീടല്ലേ ഇത്? അവൾ ചോദിച്ചു. ഉവ്. ആരാ? മനസ്സിലായില്ല അവർക്ക്. എൻ്റെ പേര് ഈഷ. ബാംഗ്ലൂരിൽ നിന്ന് വരുവാണ് നിർമ്മലാൻറ്റിയെ കാണാനായിട്ട്. അതിന് കൊച്ചമ്മ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? ഇളയ മോളുടെ കൂടാ. ഡൽഹിയിൽ കഴിഞ്ഞ മാസമാ പോയെ. അപ്രതീക്ഷിതമായ വാർത്തയായിരുന്നു അവൾക്കത്. അവളുടെ മനസ്സ് തളർന്നുപോയി. എന്ന് വരും ഇനി എങ്കിലും അവൾ ചോദിച്ചു. ഇനി വരുന്ന കാര്യമൊക്കെ സംശയമാ. ക്യാൻസറാ കൊച്ചമ്മയ്ക്ക്. ചികിത്സിക്കാൻ കൊണ്ടുപോയേക്കുവാ. ശബ്ദിക്കാനാവാതെ അവൾ നിന്നു. കൊച്ചമ്മയെ അറിയാമോ? അവർ ചോദിച്ചു. ഇല്ല, എൻ്റെ കൂട്ടുകാരി ജമുനയ്ക്ക് അറിയാം. അവൾ പറഞ്ഞിട്ട് നിർമ്മലാൻറ്റിയെ കാണാൻ വന്നതാ. ഇവിടെ ഇപ്പം ആരാ താമസം? എൻ്റെ അമ്മച്ചിയുടെ കനിയെത്തിയാ നിർമ്മല കൊച്ചമ്മ. ഞങ്ങളെ ഇപ്പം ഇവിടെ താമസം. പേയിങ് ഗസ്റ്റായിട്ട് ആരെങ്കിലും? പ്രതീക്ഷയോടെ അവൾ ചോദിച്ചു. കൊച്ചമ്മയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതെല്ലാം നിർത്തി. ഇപ്പോഴാരുമില്ല. മാത്രമല്ല ഈ വീടും പറമ്പും വിൽക്കാൻ പോവുക. കരാർ എഴുതി കഴിഞ്ഞു. ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. കുറച്ച് തണുത്ത വെള്ളം തരാമോ? അവൾ ചോദിച്ചു. ബക്കറ്റ് നിലത്ത് വെച്ചിട്ട് ആ സ്ത്രീ വീടിന്റെ പിന്നിലേക്ക് അത്തിമരത്തിന്റെ തണലിലേക്ക് ചെന്ന് അതിന്റെ തടിയിൽ ചാരി നിന്നുകൊണ്ട് അവൾ ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് ജമുനയെ വിളിച്ചു. ഞാനിപ്പോ നിർമ്മലാൻറ്റിയുടെ വീട്ടിൽ വന്നു. ഫോൺ ആൻറ്റിക്ക് കൊടുക്ക്, ഞാൻ സംസാരിക്കാം. ജമുന തിടുക്കത്തോടെ പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. നിർമ്മലാൻറ്റി ഇപ്പോൾ ഇവിടെയില്ല. അവരിപ്പോൾ ഡൽഹിയിലാണ്. അറിഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ ജമുനയോട് പറഞ്ഞു. ഇനിയിപ്പം എന്തു ചെയ്യും? ആശങ്കയോടെ ജമുന ചോദിച്ചു. നിനക്കറിയാമല്ലോ, ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ 2 വഴികളാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം അടഞ്ഞു. ദ അതർ ഈസ് സ്റ്റിൽ ഓപ്പൺ. ഇഷ, പ്ലീസ്, നീ ഫൂളിഷ്നെസ് ഒന്നും കാണിക്കരുത്. പ്ലീസ് കം ബാക്ക്. നമുക്ക് വേറെന്തെങ്കിലും? ഇല്ല ജമുന, ബാംഗ്ലൂർ സിറ്റി എനിക്ക് ഡബിൾ സിറ്റിയാണ്. ഞാൻ അതിനെ വെറുക്കുന്നു. വേദനിപ്പിക്കുന്ന ആ ഓർമ്മകൾ എനിക്കിനി വേണ്ട. ബൈ. ജമുന വീണ്ടും വിളിക്കാതിരിക്കാൻ അവൾ സെൽഫോൺ ഉടൻ സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിൽ വെച്ചു. ആ സ്ത്രീ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഒരു കുപ്പിവെള്ളവുമായി വന്നു. അവൾ അത് വാങ്ങി ദാഹം തീരുവോളം കുടിച്ചു. കുപ്പി തിരിച്ചു കൊടുത്തിട്ട് അവളൊന്നും പറയാതെ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. പൊരിവയലത്ത് ഓരം ചേർന്ന് ലക്ഷ്യമില്ലാതെ നടന്നു. കല്യാണം കഴിഞ്ഞ് സദ്യയുണ്ട്. വധൂവരന്മാർക്ക് ആശംസ നേർന്ന് അവരോടൊപ്പം നിന്ന് ഫോട്ടോയും എടുത്തിട്ടാണ് ഓഡിറ്റോറിയത്തിൽ നിന്ന് സബിതയും കൃഷ്ണനുണ്ണിയും പുറത്തിറങ്ങിയപ്പോൾ മണി 12:30 ഉണ്ണിയേട്ടൻ ഇന്നിനി ഓഫീസിൽ പോകുന്നുണ്ടോ? തിളയ്ക്കുന്ന വെയിലത്ത് ചൂടുപിടിച്ച് കിടക്കുന്ന കാറിനടുത്തേക്ക് നടക്കുമ്പോൾ സബിത ചോദിച്ചു. ഇല്ല, ഉച്ച കഴിഞ്ഞ് ചെല്ലില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പുസ്തക പ്രസാധന സ്ഥാപനത്തിൽ മാനേജറാണ് കൃഷ്ണനുണ്ണി. സബിത സ്വകാര്യ സ്കൂളിലെ അധ്യാപികയും. കാറിൽ കയറിയിട്ട് അയാൾ വിൻഡോ ഗ്ലാസുകൾ താഴ്ത്തിവെച്ചു. ഉള്ളിലെ ചൂടുവായി പുറത്തു പോകട്ടെ. അരുണിന് ചേരുന്ന കുട്ടി അല്ലേ ഉണ്ണിയേട്ടാ? കാറ് മുന്നോട്ട് നീങ്ങിയപ്പോൾ സബിത പറഞ്ഞു. അതെ, അയാൾ യോജിച്ചു. കണ്ടാൽ ആങ്ങളെയും പെങ്ങളും പോലെ. എല്ലാരും അത് തന്നെയാ പറഞ്ഞത്. 5 കൊല്ലം മുമ്പ് ഇതേ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ കല്യാണത്തിന്റെ അന്നും ആളുകൾ ഇതേപോലെയാണ് പറഞ്ഞത്. അയാളുടെ സ്വരത്തിൽ അമർത്തിപ്പിടിച്ച വേദനയുണ്ടായിരുന്നു. അവൾക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. അവൾ മുഖം കുനിച്ചിരുന്നു. ഓർത്തപ്പോൾ പറഞ്ഞു പോയതാണ്. നിന്നെ വേദനിപ്പിക്കാനല്ല. അയാൾക്ക് കുറ്റബോധം തോന്നി. ഉണ്ണിയേട്ടൻ പറഞ്ഞത് സത്യമാണല്ലോ. എനിക്ക് വിഷമമൊന്നുമില്ല. റെയിൽവേ ലെവൽ ക്രോസ് താണ്ടി ഇറക്കമിറങ്ങി ചെന്നപ്പോഴാണ്
റോഡ് വക്കിൽ അവർ ഒരു ചെറിയ ആൾക്കൂട്ടം കണ്ടത്. ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞു. ജീൻസ് ധരിച്ച ഒരു പെൺകുട്ടി റോഡിൽ വീണ് കിടക്കുന്നത് കണ്ട് ചുറ്റും കൂടി നിൽക്കുന്നവരുടെ കാലുകൾക്കിടയിലൂടെ സബിത കണ്ടു. വണ്ടി നിർത്തുണ്ണിയേട്ടാ, പെട്ടെന്ന് അവൾ പറഞ്ഞു. ആൾക്കൂട്ടത്തെ കടന്ന് അല്പം കൂടി മുന്നോട്ട് ചെന്ന് റോഡിന്റെ ഓരം ചേർന്ന് കാർ നിന്നു. രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടത് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ സുന്ദരിയായ ഒരു യുവതി ബോധരഹിതയായി കിടക്കുന്നതാണ്. ചോര കാണാനില്ല. എന്തു പറ്റിയതാ? അടുത്തു നിന്ന് ചെറുപ്പക്കാരനോട് കൃഷ്ണനുണ്ണി ചോദിച്ചു. വണ്ടി ഇടിച്ചതൊന്നുമല്ലേ സാറേ, നടക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണതാ. എന്നിട്ട് വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചു നോക്കി, മുഖത്ത് വെള്ളം തളിച്ചു, എന്നിട്ടും അനക്കമില്ല. അവളുടെ മുഖത്തേക്ക് സബിത തുറിച്ചു നോക്കി. അനുജത്തി കവിതയെയാണ് സബിതയ്ക്കപ്പോൾ ഓർമ്മ വന്നത്. അതേ പ്രായം, അതേ ശരീരം, ഏതാണ്ട് അതേ മുഖാകൃതി. 2 വർഷം മുമ്പ് സ്കൂട്ടർ ആക്സിഡന്റിലാണ് കവിത റോഡിൽ കിടന്ന് മരിച്ചത്. നമ്മൾ ഇങ്ങനെ നോക്കി നിന്നാലോ? അടുത്തെവിടെയോ ഹോസ്പിറ്റൽ? കൃഷ്ണനുണ്ണി ആരോടെന്നില്ലാതെ അല്പം ഉറക്കെ ചോദിച്ചു. തൊട്ടാ പ്രശ്നമാകും സാറേ, പിന്നെ പീഡനമായി കേസായി. ഇക്കാലത്ത് ഒരുത്തിയെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് വല്ല നമ്പറോണാണെന്ന് ആർക്കറിയാം? മുൻവശത്ത് കഷണ്ടി ആക്രമിച്ചു തുടങ്ങിയ ഒരു മധ്യവയസ്കനാണ് പറഞ്ഞത്. ഉണ്ണിയേട്ടാ, ഇങ്ങനെ നോക്കി നിൽക്കാതെ നമുക്ക് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വല്ല അസുഖവും വന്ന് തളർന്നു വീണതാണെങ്കിലോ? ആശങ്കയോടെ സബിത പറഞ്ഞു. പിന്നെ കൃഷ്ണനുണ്ണി മടിച്ചു നിന്നില്ല. അയാൾ അവളുടെ തല പിടിച്ചുയർത്തി അടിയിലൂടെ കൈകടത്തി. സബിത കാൽക്കൽ പിടിച്ചു. അപ്പോഴേക്ക് 2 പുരുഷന്മാർ സഹായിക്കാൻ സന്നദ്ധരായി. കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് അവളെ ചാരിയെടുത്തി താങ്ങിപ്പിടിച്ച് സബിതയും ഒപ്പമിരുന്നു. കാറിൽ കയറാൻ വേറെ ആരും തയ്യാറായില്ല. നമുക്ക് ജൂബിലിയിലേക്ക് പോകാം, അവിടെ ദർശനയുണ്ടല്ലോ. അതാണ് നല്ലതെന്ന് കൃഷ്ണനുണ്ണിക്കും തോന്നി. സബിതയുടെ ബന്ധുവാണ് ഡോക്ടർ ദർശന. കാറ് ജൂബിലി ഹോസ്പിറ്റലിലേക്ക് പോയി. സബിതയുടെ ചിന്തകൾ പാഞ്ഞു. എന്തായിരിക്കും ഈ കുട്ടിയുടെ പേര്? എവിടെയായിരിക്കും വീട്? ആരെയാണൊന്ന് അറിയിക്കേണ്ടത്? കയ്യിൽ ബാഗോ മൊബൈലോ ഉണ്ടായിരുന്നോ? ധൃതിക്കിടയിൽ ഒന്നും ശ്രദ്ധിച്ചില്ല. ജൂബിലി ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റിയുടെ മുന്നിൽ ചെന്ന് കാർ നിന്നു. കൃഷ്ണനുണ്ണി മൊബൈൽ എടുത്ത് ദർശനയെ വിളിച്ചു. ഉടൻ തന്നെ 2 അറ്റൻഡർമാർ ഒരു സ്ട്രെച്ചറുമായി വന്നു. അവർ അവളെ കാറിൽ നിന്നെടുത്ത് സ്ട്രെച്ചറിൽ കിടത്തി കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ ദർശന അവളെ വിശദമായി പരിശോധിച്ചു. അവൾ അപ്പോഴും അബോധാവസ്ഥയിലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, പൾസും പ്രഷറുമൊക്കെ നോർമലാണ്. ഭക്ഷണം കഴിക്കാത്തതിൻ്റെയോ വേലത്ത് നടന്നതിൻ്റെയോ ഒക്കെ എന്തായാലും ഡ്രിപ്പ് കൊടുക്കാം, ദർശന പറഞ്ഞു. ഞങ്ങൾക്ക് ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ദർശന, കൃഷ്ണനുണ്ണി പറഞ്ഞു. അത് സാരമില്ല, ബോധം തെളിയട്ടെ, നമുക്ക് ചോദിക്കാം. കാഷ്വാലിറ്റിയിലെ ഒബ്സർവേഷൻ റൂമിലേക്ക് അവളെ മാറ്റി. നിങ്ങൾ വെറുതെ വെയിറ്റ് ചെയ്യണ്ട, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ അറിയിക്കാം. ദർശന അങ്ങനെ പറഞ്ഞെങ്കിലും പോകാൻ സബിതയ്ക്ക് മനസ്സ് വന്നില്ല. നമുക്ക് പോകാം, നമ്മൾ ചെന്നിട്ട് അച്ഛനും അമ്മയ്ക്കും എവിടെയോ പോകണമെന്നല്ലേ പറഞ്ഞത്? അയാൾ ഓർമ്മിപ്പിച്ചു. ശരി ദർശന, ഞാൻ അന്നു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തീരുമാനമൊന്നും ആയില്ലല്ലോ? ദർശന പെട്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, കൃഷ്ണനുണ്ണിയാണ് മറുപടി പറഞ്ഞത്. ധൃതിയില്ല, ഞാൻ ചോദിച്ചെന്നേയുള്ളൂ. വീട്ടിലേക്ക് പോകുമ്പോൾ സബിത നിശബ്ദയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ച പെൺകുട്ടിയെക്കുറിച്ചാണോ അതോ ദർശന പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണോ അവൾ ചിന്തിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. വീടിന്റെ പോർച്ചിൽ ചെന്ന് കാർ നിന്നു. വിശ്വനാഥ പിള്ളയും സൗദാമിനി അമ്മയും മുൻവശത്തിരിക്കുന്നുണ്ടായിരുന്നു. അച്ഛന് ചെത്തിപ്പുഴയ്ക്ക് പോണെങ്കിൽ റെഡിയാക്, കാറിൽ നിന്നിറങ്ങിച്ചെന്ന് കൃഷ്ണനുണ്ണി പറഞ്ഞു. നാളെ പോകാം, ഇന്ന് വയ്യ. വിശ്വനാഥ പിള്ളയ്ക്ക് നല്ല സുഖം തോന്നിയില്ല. വൈകുന്നേരം സബിതയെ ഡോക്ടർ ദർശനെ വിളിച്ചു. എടോ, ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞു, പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം? ഭയന്ന് സബിത ചോദിച്ചു. വാ പറയാം. അപ്പോൾ തന്നെ സബിതയും കൃഷ്ണനുണ്ണിയും ജൂബിലിയിലേക്ക് പുറപ്പെട്ടു. ജൂബിലി ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് വെള്ള നിറമുള്ള ആ കാർ നിന്നു. കൃഷ്ണനുണ്ണിയാണ് ഡോർ തുറന്ന് ആദ്യം ഇറങ്ങിയത്, പിന്നാലെ സബിതയും. അവർ പരസ്പരം ഒന്ന് നോക്കി. വാ, അയാൾ പറഞ്ഞു. ക്രീം നിറത്തിലുള്ള പെയിന്റ് അടിച്ച കൂറ്റൻ 4 നില കെട്ടിടമായിരുന്നു ഹോസ്പിറ്റൽ. മുൻവശത്ത് മനോഹരമായ പൂന്തോട്ടം, മതിലരികിൽ നിരനിരയായി പൂമരങ്ങൾ. പ്രധാന കവാടത്തിന്റെ കണ്ണാടി വാതിൽ കടന്ന് അവർ ഒരു ചെറിയ ഹാളിലേക്ക് നടന്നു. അവിടെയാണ് എൻക്വയറിയും രജിസ്ട്രേഷനും. ഹാളിൽ വരിയായി കസേരകൾ ഇട്ടിട്ടുണ്ട്.
ടി വിയിലെ നാഷണൽ ജിയോഗ്രഫിക് ചാനൽ കണ്ട് കുറേ പേരിയ്ക്കുന്നു. സ്റ്റെയർ കേസ് കയറി കൃഷ്ണനുണ്ണിയും സബിതയും മുകളിലേക്ക് ചെന്നു. 1-ാം നിലയിലാണ് ഗൈനക്കോളജി വാർഡ്. എത്രയോ തവണ ഈ പടികൾ കയറിയിരിക്കുന്നു. ദർശന തിരക്കിലായിരിക്കുമോ? കൃഷ്ണനുണ്ണി സംശയിച്ചു. ഒന്ന് വിളിച്ചു നോക്കാം. ഹാൻഡ് ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് സബിത വിളിച്ചു. ഞാൻ വാർഡിലാണ്, എൻ്റെ റൂമിൽ കയറിയിരിക്കൂ, ഉടൻ വരാം, ദർശന പറഞ്ഞു. പക്ഷേ കൃഷ്ണനുണ്ണിയും സബിതയും അവളുടെ കൺസൾട്ടിംഗ് റൂമിൽ കയറിയിരുന്നില്ല. ഡോക്ടർ ദർശന രവികുമാർ എന്ന സൈൻ ബോർഡ് വെച്ച വാതിലിനു വെളിയിലുണ്ടായിരുന്ന കസേരകളിൽ അവർ ഇരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ദർശന ഇടനാഴിയുടെ അറ്റത്ത് നിന്ന് ധൃതിയിൽ വന്നു. കയറി വാ, അവരെ കണ്ടവൾ പറഞ്ഞു. ദർശനയുടെ പിന്നാലെ അവർ കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി. രണ്ടുപേരും ഒരു പുലിവാല പിടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കസേരയിലേക്ക് ഇരിക്കുമ്പോൾ അവൾ പറഞ്ഞു, എന്താ ദർശന? സബിതയ്ക്ക് ആദിയായി. അവൾ ഈ നാട്ടുകാരിയല്ല. ഹൈദരാബാദിൽ നിന്ന് ഇന്നാണ് ഇവിടെ വന്നത്, ആരെയോ കാണാൻ. പക്ഷെ അയാൾ സ്ഥലത്തില്ല. തിരിച്ചു വരുമ്പോഴാണ് തലചുറ്റി വീണത്. കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ നഷ്ടപ്പെട്ടു. പേഴ്സും മൊബൈലും ATM കാർഡും എല്ലാം അതിലായിരുന്നുവെന്ന് പറയുന്നു. ആരെങ്കിലും അത് അടിച്ചു മാറ്റിക്കാണും, കൃഷ്ണനുണ്ണി ഊഹിച്ചു. പ്രശ്നം അതൊന്നുമല്ല. അവൾ പ്രഗ്നൻ്റ് ആണ്. പക്ഷെ അവൾക്ക് പ്രസവിക്കാൻ ഉദ്ദേശമില്ല. അബോർഷൻ നടത്തി കൊടുക്കണം പോലും. എന്നിട്ടേ അവൾ ഇവിടുന്ന് പോകുന്നുള്ളൂന്ന് ദർശന പറഞ്ഞു. സബിത അവളെ പകച്ചു നോക്കി. അവൾ മാരീഡ് അല്ലായിരിക്കും. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. ഊരും പേരും അറിയാതെ ഒരാളിനെ അഡ്മിറ്റ് ചെയ്യാൻ ഹോസ്പിറ്റൽ റൂൾസ് പെർമിറ്റ് ചെയ്യുന്നില്ലെന്ന് ഞാൻ അറിയിച്ചു. അപ്പോഴാ നിങ്ങളെ കാണണമെന്ന് അവൾ നിർബന്ധം പിടിച്ചത്. ഞങ്ങൾ അവളെ കാണണോ? മടിയോടെ കൃഷ്ണനുണ്ണി ചോദിച്ചു. കാണാതിരിക്കുന്നതാ നല്ലത്. നിങ്ങളെ വിളിച്ച ശേഷമാ ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചത്. എന്തിനാ വഴിയെ പോയ വയ്യാവേലി തലയിലേറ്റി വെക്കുന്നേ? നിങ്ങൾ കോയമ്പത്തൂർക്ക് പോയെന്നും അടുത്ത ആഴ്ചയെ വരുമെന്നും ഞാൻ പറഞ്ഞേക്കാം. ദർശന സഹായിക്കാൻ തയ്യാറായി. അതാ നല്ലത്. ഹോസ്പിറ്റൽ ബിൽ ഞാൻ പേ ചെയ്തേക്കാം. അവൾ നോർമലായെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തേക്ക്, അയാൾ പറഞ്ഞു. ഉണ്ണിയേട്ടാ, ശാസനയോടെ സബിത അയാളെ നോക്കി. അവളുടെ ആ ഭാവമാറ്റം കൃഷ്ണനുണ്ണിയോ ദർശനയോ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. ഏതോ നാട്ടിൽ നിന്ന് വന്ന ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ഒരു പെണ്ണ്. കയ്യിൽ കാൽ കാശു പോലുമില്ല. അവളെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടാൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് ഉണ്ണിയേട്ടനൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അയാളുടെ മുഖം വിളറി. സബിത, കേട്ടിടത്തോളം ഇതൊരു പൊല്ലാപ്പാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ. നമ്മളെ കാണണമെന്ന് അവൾ പറഞ്ഞത് തിരിച്ചു പോകാൻ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളെയോ പരിചയക്കാരെയോ അറിയിക്കാനാണെങ്കിലോ? സബിത ചോദിച്ചു. അല്ല സബിത, അബോർഷനാണ് അവളുടെ പ്രധാന ആവശ്യം. അത് അത്ര നിസ്സാരമല്ല, ദർശന ഓർമ്മിപ്പിച്ചു. എന്തായാലും നമുക്ക് ആ കുട്ടിയെ ഒന്ന് കാണാം. സബിത അപേക്ഷാഭാവത്തിൽ കൃഷ്ണനുണ്ണിയെ നോക്കി. അയാൾ എതിർപ്പ് പറഞ്ഞില്ല. റൂം നമ്പർ 105 ഇതേ ഫ്ലോറിലാണ്, ചെന്നോളൂ, ദർശന അനുവാദം കൊടുത്തു. കൃഷ്ണനുണ്ണിയും സബിതയും എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. കോറിഡോറിലൂടെ മെല്ലെ നടക്കുമ്പോൾ അവർ റൂം നമ്പറുകൾ നോക്കി. 204, 205. വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. സബിത കതകിൽ മെല്ലെ മുട്ടി. ഒരു നിമിഷം. വാതിൽ പാതി തുറന്ന് ഇഷ പുറത്തേക്ക് നോക്കി. വെളിയിൽ നിന്നിരുന്ന ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയെയും അവൾക്ക് മനസ്സിലായില്ല. ഞാൻ സബിത, ഇതെന്റെ ഹസ്ബൻഡ് കൃഷ്ണനുണ്ണി. ഡോക്ടർ ദർശന പറഞ്ഞിട്ട് വന്നതാണ്, സബിത സ്വയം പരിചയപ്പെടുത്തി. ഇഷ പെട്ടെന്ന് സൗഹൃദഭാവം കാട്ടി. അകത്തേക്ക് വരൂ. അവർ മുറിയിലേക്ക് കയറി. ഇരിക്കൂ. മുറിയിൽ ഒരു കസേര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൃഷ്ണനുണ്ണി ഇരുന്നു. ബൈസ്റ്റാൻഡർക്കുള്ള ബെഡിൽ സബിതയും. ഡോക്ടർ പറഞ്ഞു പരിചയമുള്ള 2 പേരാണ് എന്നെ ഇവിടെ വന്നുകൊണ്ടു അഡ്മിറ്റാക്കിയതെന്ന്. ഞാനിപ്പോൾ ഒരു ഡയലമയിലാണ്. അത്രയും സന്മനസ് കാണിച്ച നിങ്ങളോട് ഒരു ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യാനാണ്. എന്താണ് കുട്ടിയുടെ പേര്? സബിത പെട്ടെന്ന് ചോദിച്ചു. ഐ ആം ശ്രുതി അരവിന്ദ്. എവിടെയാണ് നാട്? ആക്ച്വലി സ്വന്തം നാട് നെയ്യാറ്റിൻകരയിലാണ്. പാരൻസ് നേരത്തെ പോയി. അവിടിപ്പോൾ ചില ബന്ധുക്കൾ മാത്രം. ഇവിടെ എന്തിനാണ് വന്നത്? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആൻറ്റിയെ കാണാനാണ്. പക്ഷേ അവർ സ്ഥലത്തില്ല. അവൾ പറയുന്നത് കേട്ട് കൃഷ്ണനുണ്ണി നിശബ്ദനായിരുന്നതേയുള്ളൂ. സുന്ദരി, നല്ല വടിവത്ത ശരീരം. ഏതോ നഗരത്തിൽ ജീവിക്കുന്നവളാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും.
നെയ്യാറ്റിൻകരയിൽ നിന്നാണോ വരുന്നത്? സബിത ചോദിച്ചു. അല്ല, ഞാൻ വർക്ക് ചെയ്യുന്നത് ഹൈദരാബാദിലാണ്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ. ട്രെയിനിലാണ് രാവിലെ വന്നത്. ഇന്നലെ കാര്യമായി ഫുഡ് കഴിച്ചില്ല. അതുകാരണമാണ് തലചുറ്റി വീണതെന്ന് ഡോക്ടർ പറയുന്നു. എന്ത് സഹായമാണ് ശ്രുതി ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? സബിത കാര്യത്തിലേക്ക് കടന്നു. കൃഷ്ണനുണ്ണിയുടെ നേർക്ക് ഈശയൊന്ന് നോക്കി. റോഡിൽ വെച്ച് എൻ്റെ ബാഗ് നഷ്ടപ്പെട്ടു. പണവും ATM കാർഡും അതിലായിരുന്നു. ചേച്ചിയുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒന്ന് തരാമെങ്കിൽ എൻ്റെ ഫ്രണ്ട് അതിലേക്ക് കുറച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. സബിത തലതിരിച്ച് കൃഷ്ണനുണ്ണിയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി. നിന്റെ SBI അക്കൗണ്ട് നമ്പർ കൊടുക്ക്. അയാൾ അനുവാദം നൽകി. ഇഷയുടെ മുഖത്ത് ഒരു ആശ്വാസഭാവം പരന്നു. ചേച്ചിയുടെ മൊബൈൽ ഒന്ന് തരുമെങ്കിൽ അവൾ അഭ്യർത്ഥിച്ചു. ഹാൻഡ് ബാഗിൽ നിന്ന് സബിത മൊബൈൽ എടുത്തു കൊടുത്തു. ജമുനയുടെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അവൾ മെല്ലെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. പരിചിതമല്ലാത്ത നമ്പർ കാണുമ്പോൾ ജമുന കോൾ എടുക്കുമോ എന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ ഉടൻ തന്നെ ജമുനയെ കിട്ടി. ഹലോ ജമുന, ഇത് ഞാനാണ് ഇഷ. ഇതാരുടെ നമ്പറാ? നടന്നതെല്ലാം ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ അവൾ പറഞ്ഞു. അതുകൊണ്ട് നീ ഈ നമ്പറിൽ വിളിച്ച് അക്കൗണ്ട് നമ്പർ മേടിക്കണം. എന്നിട്ട് ഇന്ന് തന്നെ ഒരു 25,000 ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് ഈസ് നോ പ്രോബ്ലം. ബട്ട് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, ഞാൻ ഇഷ അരവിന്ദ് അല്ല, ശ്രുതി അരവിന്ദനാണ്. എൻ്റെ ഐഡന്റിറ്റി തൽക്കാലം ആരും അറിയരുത്. എൻ്റെ ലാപ്പിൽ പഴയ വോട്ടർ ID കാർഡിൻ്റെ കോപ്പി കിടപ്പുണ്ട്. അതെനിക്ക് മെയിൽ ചെയ്യണം. ഞാനതിൻ്റെ പ്രിൻ്റ് എടുത്ത് പുതിയ കാർഡ് ഉണ്ടാക്കിക്കോളാം. അവളുടെ പഴയ പേര് ശ്രുതി അരവിന്ദൻ എന്നായിരുന്നു. ബാംഗ്ലൂരിൽ ചെന്നു കഴിഞ്ഞാണ് അവൾ പേര് മാറ്റി ഇഷ അരവിന്ദ് ആക്കിയത്. ഹോസ്പിറ്റലിലും നീ ശ്രുതി എന്നാണോ പറഞ്ഞത്? അതെ. കുറേ നാളത്തേക്ക് ഇനി ഇഷയില്ല. എന്താണ് ഹോസ്പിറ്റലിൻ്റെ പേര്? ജൂബിലി. ടെലിഫോൺ നമ്പർ വേണമെങ്കിൽ ആ സ്ത്രീയോട് ചോദിച്ചാൽ മതി. പേര് സബിത. അത്യാവശ്യം അറിയിക്കേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവൾ റൂമിലേക്ക് തിരിച്ചു ചെന്നു. താങ്ക്സ് ചേച്ചി. എൻ്റെ ഫ്രണ്ട് ജമുന വിളിക്കും. അപ്പോൾ അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. അവൾ മൊബൈൽ തിരികെ കൊടുത്തു. കൃഷ്ണനുണ്ണി എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. സബിത പിന്നെയും നിന്നു. ഡോക്ടർ ദർശന ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ്? ഈശ തിരക്കി. ശ്രുതി പ്രഗ്നൻ്റ് ആണോ? അതെ. അബോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്ന്? അതെ ചേച്ചി. എന്തിന്? ബിക്കോസ് ഐ എം അൺമാരീഡ്. കൂടുതൽ അറിയാൻ സബിതയ്ക്ക് ആഗ്രഹം തോന്നിയെങ്കിലും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നത് മാന്യതയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അക്കൗണ്ടിൽ പണം വരുമ്പോൾ കൊണ്ടുവന്ന് തരാം. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം, ഇഷ പറഞ്ഞു. സബിത പുറത്തേക്കിറങ്ങി. ഇടനാഴിയിൽ കൃഷ്ണനുണ്ണി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും മെല്ലെ നടന്നു. ദർശനയെ കാണുന്നുണ്ടോ? അവൾ ചോദിച്ചു. വേണ്ട, രാത്രിയിൽ വിവരം വിളിച്ചു പറഞ്ഞാൽ മതി. ദർശനയുടെ തിരക്ക് നിനക്കറിയില്ലേ? അവർ സ്റ്റെയർ കേസ് ഇറങ്ങി. ഏതോ നല്ല വീട്ടിൽ ജനിച്ച കുട്ടി, സ്വയം എന്ന പോലെ സബിത പറഞ്ഞു. അവളെ ആരോ വഞ്ചിച്ചതാ. വഞ്ചിക്കാൻ സമ്മതിച്ചു കൊടുത്തിട്ടല്ലേ? സബിതയ്ക്ക് അതിഷ്ടപ്പെട്ടില്ല. ആണുങ്ങൾ ആണുങ്ങളുടെ സൈഡല്ലേ പറയൂ. അവനവന്റെ സുരക്ഷ നോക്കേണ്ടത് അവനവൻ തന്നെ. അത്ര ചെറിയ പെൺകുട്ടിയൊന്നുമല്ലല്ലോ അവൾ. സ്നേഹം യഥാർത്ഥമാണെന്ന് അവൾ വിശ്വസിച്ചു കാണും, സബിത വാദിച്ചു. അതാണ് സ്ത്രീകളുടെ ബലഹീനതകളിലൊന്ന്. അവർ വന്ന് കാറിൽ കയറി. വീട്ടിൽ ചെന്നിട്ട് ആ നമ്പറിൽ വിളിച്ച് അക്കൗണ്ട് നമ്പർ കൊടുക്ക്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞു. ശരി. പണം വന്നാൽ അതെടുത്ത് കൊടുക്കണം. പിന്നെ അവളുമായി യാതൊരു ബന്ധവും പാടില്ല. അതെന്താ? സബിത തലതിരിച്ചു നോക്കി. അവൾ പറഞ്ഞതു പലതും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അപരിചിതയായ ഒരു പെണ്ണിന്റെ ജീവിതവുമായി നമ്മുടെ ജീവിതം കൂട്ടിക്കൊടുക്കേണ്ട. സബിത പിന്നെ ഒന്നും പറഞ്ഞില്ല. തലയിണ ഉയർത്തിവെച്ച് ഇഷ കണ്ണുകളടച്ച് ചാരിയിരുന്നു. ജമുന പണം അയച്ചാൽ മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളൂ. മാറിയെടുക്കാൻ ഒരു ജോഡി വസ്ത്രം പോലുമില്ല. ഒരു കോഫി കഴിക്കണമെന്ന് തോന്നിയാൽ കയ്യിൽ ചില്ലിക്കാശില്ല. ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ലഗേജ് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ നിന്ന് തന്ന രസീത് ഹാൻഡ് ബാഗിലായിരുന്നല്ലോ. 2 ദിവസത്തെ യാത്രയുടെ പൊടിയും വിയർപ്പും കൊണ്ട് ശരീരത്ത്. തണുത്ത വെള്ളത്തിൽ സുഖമായി കുളിച്ച് വസ്ത്രം മാറുക എന്നതാണ് ഏറ്റവും അത്യാവശ്യം. വാതിലിൽ ആരോ മുട്ടി. ഇഷ എഴുന്നേറ്റ് ചെന്ന് കതക് തുറന്നു. ഹോസ്പിറ്റൽ യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടിയാണ് വന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫോൺ കോൾ ഉണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും. എൻക്വയറിയിലേക്ക് വന്നാൽ മതി, അവൾ അറിയിച്ചു. ജമുനയായിരിക്കും.
താൻ ഇവിടെയുണ്ടെന്ന് അവൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ. മുറി പൂട്ടാനായി അവൾ താക്കോലെടുത്തെങ്കിലും പെട്ടെന്ന് മേശപ്പുറത്ത് തന്നെ വെച്ചു. എന്തിനു പൂട്ടണം? സ്വന്തം സാധനങ്ങളൊന്നുമില്ലല്ലോ ഇവിടെ. ഇഷ വേഗം താഴത്തെ നിലയിലുള്ള എൻക്വയറി കൗണ്ടറിലേക്ക് നടന്നു. യൂണിഫോം ധരിച്ച വേറൊരു യുവതിയാണ് അവിടെയുണ്ടായിരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു കോൾ. ശ്രുതി അല്ലേ? അവൾ ചോദിച്ചു. യെസ്. അവൾ കാത്തുനിന്നു. അധികം വൈകാതെ വിളി വന്നു. അവൾ റിസീവർ വാങ്ങി ചെവിയോട് ചേർത്തു. ഹലോ ഇഷ? ജമുനയുടെ സ്വരമായിരുന്നു അത്. യാ, ശ്രുതിയെ വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മതി. ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. റോഡിൽ നഷ്ടപ്പെട്ട നിന്റെ ഹാൻഡ് ബാഗ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു അരുൺ തോമസ്. അയാൾ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു. റിയലി? അവൾക്ക് അത്ഭുതമായി. കിട്ടില്ലെന്ന് വിചാരിച്ചതാ. നിന്റെ മൊബൈലും ATM കാർഡും പേഴ്സും എല്ലാം അതിലുണ്ട്. നിന്റെ മൊബൈലിൽ നിന്ന് ലാസ്റ്റ് കോൾ എനിക്കായിരുന്നല്ലോ. അതുകൊണ്ടാണ് അയാൾ എന്നെ വിളിച്ചത്. താങ്ക് ഗോഡ്. കളത്തിപ്പടിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ മറ്റോ ആണ് അയാൾ. ഞാൻ അയാളുടെ നമ്പർ തരാം. വിളിച്ചു ചോദിച്ചിട്ട് നീ ചെന്നാ മതി. ബാഗ് കിട്ടും. 1 മിനിറ്റ്. എൻക്വയറിയിലുണ്ടായിരുന്ന യുവതിയോട് അവൾ ആംഗ്യ ഭാഷയിൽ പേനയും കടലാസും ചോദിച്ചു. നമ്പർ പറ. രണ്ടും കിട്ടിയപ്പോൾ അവൾ ആവശ്യപ്പെട്ടു. ജമുന ഒരു മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തു. നീ ജൂബിലി ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. അഥവാ നീ ചെന്നില്ലെങ്കിൽ അയാൾ അതുകൊണ്ടുവന്ന് തരും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. നീ ഇഷ അരവിന്ദാണെന്ന് അയാളോട് എനിക്ക് പറയേണ്ടി വന്നു. നിന്റെ ഫോട്ടോ ID കാർഡ് ബാഗിലുണ്ടല്ലോ. നീ ശ്രുതിയാണെന്ന് പറഞ്ഞാൽ അയാൾ അത് തരാൻ സാധ്യതയില്ല. ദാറ്റ് ഈസ് റൈറ്റ്. അയാളെ ഇങ്ങോട്ട് വരുത്താതെ ഞാൻ ചെന്ന് ബാഗ് മേടിച്ചോളാം. പിന്നെ ഒരു കാര്യം, തൽക്കാലം നീ ആ സവിതയുടെ അക്കൗണ്ടിൽ പണം ഇടണ്ട. ബാഗിൽ ATM കാർഡ് ഉണ്ടല്ലോ, അവൾ പറഞ്ഞു. ഇഷ, വൺ മോർ തിങ്. നീ അത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചോ? ഗൗരവത്തിൽ ജമുന ചോദിച്ചു. യെസ്. തന്തയില്ലാത്തൊരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പെറ്റി വീരണ്ട. അത് എനിക്കൊരു ബാധ്യതയും ആ കുഞ്ഞിന് അപമാനവുമായിരിക്കും. സ്വരം താഴ്ത്തി അവൾ പറഞ്ഞു. ഓക്കെ, ഞാനിനി അതേക്കുറിച്ച് നിന്നോട് തർക്കിക്കുന്നില്ല. അപ്പോൾ നീ ഇനി ബാംഗ്ലൂരിലേക്കില്ല? ഇല്ല. യുവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് ന്യൂസിലാൻഡ്. യെസ്. അതിന് കുറച്ച് സമയമെടുക്കുമല്ലോ. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട്. ജമുനയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസം കിട്ടി. ഇനിയൊന്നും സാരമില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ക്ലോക്ക് റൂമിൽ നിന്ന് ലഗേജ് വീടെടുക്കണം. പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ പേഷ്യന്റ് പുറത്തു പോകാൻ പാടില്ല. ആദ്യം ചെയ്യേണ്ടത് കളത്തിപ്പടിയിൽ പോയി അരുൺ തോമസിനെ കണ്ട് ബാഗ് വാങ്ങുക എന്നതാണ്. അതിനു മുമ്പ് അയാളെ വിളിച്ച് എവിടെയാണ് ചെല്ലേണ്ടതെന്ന് ചോദിക്കണം. പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ ചെന്ന് വിളിക്കേണ്ടി വരും. അതിന് 1 രൂപ നാണയം പോലും കയ്യിലില്ല. ജീവിതത്തിലാദ്യമായി അവൾ പണത്തിന്റെ വിലയറിഞ്ഞു. ഡോക്ടർ ദർശനയെ കാണുക തന്നെ. അവൾ ചെന്നപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ തുടങ്ങിയായിരുന്നു ദർശന. എന്താ ശ്രുതി? അവളെ കണ്ട് ദർശന ചോദിച്ചു. റോഡിൽ വെച്ച് നഷ്ടപ്പെട്ട എന്റെ ബാഗ് കളത്തിപ്പടിയിലുള്ള ഒരാളിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാനത് മേടിച്ചോട്ടെ? ദർശന ഒന്നാലോചിച്ചു. നൗ യു ആർ നോർമൽ. ഇപ്പോൾ തന്നെ ഞാൻ ഡിസ്ചാർജ് ചെയ്യാം. എന്താ? പെട്ടെന്ന് ദർശനയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. സി, യു ആർ എൻ എഡ്യൂക്കേറ്റഡ് ഗേൾ. ഒരു ഡോക്ടറെ കണ്ട് മുറിവ് ഡ്രസ്സ് ചെയ്യുന്നത് പോലെയോ ഇഞ്ചക്ഷൻ എടുപ്പിക്കുന്നത് പോലെയോ സിമ്പിളാണോ അബോർഷൻ? അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്. ഇയാളുടെ പേര് ശ്രുതി അരവിന്ദ് ആണെന്ന് പറഞ്ഞതല്ലാതെ ഇയാളുടെ വെയറബോർഡ്സ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ ഗാർഡിയന്റെ പെർമിഷൻ. നിസ്സഹായതയോടെ ഇഷ അവരെ നോക്കി. ഇന്ന് ഇയാളെ ഞാൻ ഡിസ്ചാർജ് ചെയ്യുന്നില്ല. നാളെ വന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ദർശന ബാഗ് എടുത്ത് ചുമലിലിട്ടു. ഡോക്ടർ, എനിക്കൊരു 10 രൂപ തരുമോ? ഐ വോണ്ട് ടു മേക്ക് എ ഫോൺ കോൾ. അവൾ അപേക്ഷിച്ചു. ദർശന ബാഗ് തുറന്നു. കയ്യിൽ കിട്ടിയത് 50ന്റെ നോട്ടാണ്. അത് അവൾക്ക് കൊടുത്തു. താങ്ക് യു ഡോക്ടർ. അല്പനേരം കഴിഞ്ഞപ്പോൾ ജൂബിലി ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കറുത്ത നിറമുള്ള ഒരു പുതിയ കാർ വന്നു നിന്നു. ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. നീല ജീൻസും ഫുൾ സ്ലീവുമുള്ള ചെക്ക് ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. പാസഞ്ചർ സീറ്റിൽ വെച്ച ലേഡീസ് ഹാൻഡ് ബാഗ് അയാളെടുത്ത് ചുറുചുറുപ്പോടെ നടന്നു. ഇഷ അരവിന്ദ് ഏത് വാർഡിലാണ് സിസ്റ്റർ? അയാൾ എൻക്വയറിയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് ചോദിച്ചു. ഡോക്ടർ ദർശന അപ്പോൾ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. എൻക്വയറിയിൽ ഉണ്ടായ പെൺകുട്ടി ഒന്ന് സംശയിച്ചു. ഇഷ അരവിന്ദോ അതോ ശ്രുതി അരവിന്ദോ? അവൾ ചോദിച്ചു. ഇഷ അരവിന്ദ് ഫ്രം ബാംഗ്ലൂർ. ഇന്ന് ഉച്ചയായപ്പോഴാണ്. പെട്ടെന്ന് അയാളുടെ ഷർട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന മൊബൈൽ ഒരു പുതിയ ഹിന്ദി റിംഗ് ടോൺ പാടാൻ തുടങ്ങി.
എക്സ്ക്യൂസ് മീ. അയാൾ മൊബൈൽ എടുത്തു നോക്കി. ഒട്ടും പരിചയമില്ലാത്ത ഒരു നമ്പർ. ഡോക്ടർ ദർശന അയാളെ കടന്ന് പുറത്തേക്കിറങ്ങിപ്പോയി. ഹലോ. അയാൾ കോൾ എടുത്തു. മിസ്റ്റർ അരുൺ തോമസ്? ഒരു പെൺസ്വരം ചോദിച്ചു. യെസ്, ഐ ആം ഇഷ അരവിന്ദ്. ഹലോ, ഏത് വാർഡിലാണ്? ഞാൻ എൻക്വയറിയുടെ മുമ്പിലുണ്ട്, അയാൾ പറഞ്ഞു. ഹോസ്പിറ്റലിലോ? വിശ്വാസം വരാതെ അവൾ ചോദിച്ചു. യെസ്, ഞാൻ ഓഫീസിൽ നിന്നിറങ്ങി. ബാഗ് തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. നാളെ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. സോ ഐ തോട്ട്. പ്ലീസ് പുറത്തേക്ക് ഇറങ്ങി വരൂ. ഞാൻ ഹോസ്പിറ്റലിന്റെ മുമ്പിലുള്ള ടെലിഫോൺ ബൂത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഹൗ ക്യാൻ ഐ ഐഡന്റിഫൈ യു? അവൾ ചോദിച്ചു. ക്യാൻ യു ഐഡന്റിഫൈ യുവർ ബാഗ്? അയാൾ തിരിച്ചു ചോദിച്ചു. അതിന്റെ അർത്ഥം അവൾക്ക് പെട്ടെന്ന് പിടികിട്ടി. ഓ, ഗ്രേറ്റ് ഐഡിയ. അവൾ ചിരിച്ചു. അരുൺ തോമസ് പുറത്തേക്കുള്ള കണ്ണാടി വാതിൽ തുറന്നു. വൈകുന്നേരമായതിനാൽ സന്ദർശകർ ധാരാളം വരുന്നുണ്ടായിരുന്നു. കയ്യിൽ ലേഡീസ് ഹാൻഡ് ബാഗ് തൂക്കി അയാൾ പ്രവേശന കവാടത്തിൽ നിന്ന് അല്പം മാറി നിന്നു. നീല ജീൻസും വെള്ള ടീഷർട്ടും ധരിച്ച സുന്ദരിയായ ഒരു യുവതി അയാളുടെ അടുത്തേക്ക് വന്നു. മിസ്റ്റർ അരുൺ തോമസ്? അവൾ ചോദിച്ചു. യെസ്, മിസ് ഇഷ അരവിന്ദ്. അതെ. ചിരിച്ചുകൊണ്ട് അയാൾ കയ്യിലിരുന്ന ബാഗ് അവൾക്ക് നീട്ടി. അവൾ സന്തോഷത്തോടെ അത് വാങ്ങി. എങ്ങനെയാണ് ഇത് താങ്കളുടെ കയ്യിൽ? അവൾ കൗതുകത്തോടെ ചോദിച്ചു. ആക്സിഡന്റ് ഉണ്ടായപ്പോൾ വീണുപോയ ബാഗ് ഒരു തമിഴ്നാടോടി സ്ത്രീ കൈക്കലാക്കുന്നത് എന്റെ ഓഫീസിലെ റോസ്മേരി കണ്ടു. അവളിത്തിരി തന്റേടിയാണ്. പിന്നാലെ ചെന്ന് അവളത് പിടിച്ചു മേടിച്ച് ഓഫീസിൽ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു. താങ്ക്സ് എലോട്ട്. താങ്കൾ ജമുനയെ വിളിച്ച് വിവരം അറിയിച്ച കാര്യം അവൾ എന്നോട് പറഞ്ഞു. എന്റെ ഭാഗ്യത്തിനാണ് റോസ്മേരി അപ്പോൾ അവിടെ വന്നത്. റോസ്മേരിയോടും എന്റെ താങ്ക്സ് പറയണേ. ഇവിടെ എവിടെയാണ് ഇഷയുടെ വീട്? അയാൾ ചോദിച്ചു. ഒരാളെ കാണാൻ ഞാൻ ഇന്നിവിടെ എത്തിയതാണ്, ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോഴാണ് ചൂടത്ത് നടന്ന് അൺകോൺഷ്യസ് ആയി വീണത്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്റെ ലഗേജ് റെയിൽവേ സ്റ്റേഷനിലാണ്. ബാഗ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ലഗേജ് തിരിച്ചെടുക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നേനെ. അപ്പോൾ ഇഷ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്കാ? അതെ. ദെൻ കമോൺ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ടൗണിലേക്ക് പോവാണ് ഞാൻ. ആ സഹായം സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിൽ ഇനി ഓട്ടോ അന്വേഷിച്ച് പോകണം. താങ്ക് യു. കാറിൽ അയാളോടൊപ്പം മുന്നിലാണ് അവൾ ഇരുന്നത്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അയാൾ നിശബ്ദനായിരുന്നതേയില്ല. അവളെക്കുറിച്ച് ചോദിച്ചു. അയാളെക്കുറിച്ച് പറഞ്ഞു. ഡ്രീം ഹൗസ് എന്ന പാർപ്പിട നിർമ്മാണ കമ്പനിയിൽ ചീഫ് ആർക്കിടെക്റ്റാണ്. ഡാഡി മരിച്ചു. പ്ലാന്റർ ആയിരുന്നു. മമ്മിയുണ്ട് കൂടെ. മൂത്ത മകനാണ്. ഇളയവൻ പ്രവീൺ ഡൽഹിയിൽ ജേർണലിസം പഠിക്കുന്നു. അനിയത്തി മഞ്ജുഷ മെഡിസിന് വെല്ലൂരിൽ ചേർന്നു. എവിടെയാണ് അരുൺ താമസിക്കുന്നത്? അവൾ വെറുതെ ചോദിച്ചു. മേരിഗിരിയിലാണ്. കുന്നിൻ ചെരുവിൽ എന്റെ ഇമാജിനേഷനിലുള്ള ഒരു വീട്. 2 നില സ്ട്രക്ചറാണ്. ലിവ് വിത്ത് നാച്ചർ, അതാണ് എന്റെ മോട്ടോ. അത് കാരണം മരച്ചില്ലകൾ വീട്ടിലേക്ക് കയറി വരുന്ന തരത്തിലാണ് നിർമ്മാണം. ആള് നിസാരക്കാരനല്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷേ സംസാരപ്രിയനാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന തന്നോട് ഇത്രയൊക്കെ പറയുമോ? റെയിൽവേ സ്റ്റേഷന്റെ പോർച്ചിൽ ചെന്ന് കാർ നിന്നു. അവൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി. താങ്ക് യു വെരി മച്ച് അരുൺ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല, അവൾ പറഞ്ഞു. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? അയാൾ ചോദിച്ചു. 2-3 ദിവസം, മാക്സിമം 1 വീക്ക്. ഞാൻ ബാംഗ്ലൂരിൽ വരാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ എന്തെങ്കിലും വന്നാ വിളിക്കാം. ബൈ. ബൈ. അവൾ കൈ ഉയർത്തി. അയാൾ കാർ മുന്നോട്ടെടുത്തു. മര്യാദയുള്ള ചെറുപ്പക്കാരൻ. ക്ലോക്ക് റൂമിലേക്ക് നടക്കുമ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു. അതോ തന്നെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള അഭിനയമായിരുന്നോ? രാത്രിയാകുമ്പോൾ വെളിവന്നാൽ ആ കാര്യം ഉറപ്പിക്കാം. ക്ലോക്ക് റൂമിൽ നിന്ന് അവൾ ലഗേജ് വീണ്ടെടുത്തു. റെയിൽവേ സ്റ്റേഷനിലെ ATMിൽ നിന്ന് 10,000 രൂപ പിൻവലിച്ചു. ചിലപ്പോൾ 2-3 ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നേക്കാം. നല്ല തുക ബില്ല് വന്നേക്കാം. സാരമില്ല, ചെയ്ത മണ്ടത്തരത്തിനുള്ള ശിക്ഷയാണിതെന്ന് സമാധാനിക്കാം. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അവൾ ജമുനയെ വിളിച്ചു. നിന്റെ ബാഗ് കിട്ടി അല്ലേ? ഇഷയുടെ സ്വന്തം നമ്പർ കണ്ട് അവൾ ചോദിച്ചു. കിട്ടി. ദാറ്റ് അരുൺ, ഹീസ് എ നൈസ് പേഴ്സൺ. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു തന്നു. അത് നന്നായി. അയാളൊരു നല്ല മനുഷ്യനായതുകൊണ്ടല്ലേ എന്നെ വിളിച്ച് നിന്റെ ബാഗ് കിട്ടിയ കാര്യം അറിയിച്ചത്. പിന്നെ നിന്റെ വോട്ടർ ID കാർഡിന്റെ കോപ്പി മെയിൽ ചെയ്തിട്ടുണ്ട്. എന്താണ് നിന്റെ ഉദ്ദേശം? ഞാൻ ഇനി ഈ സ്ഥലം വിടുന്നത് വരെ ശ്രുതി അരവിന്ദാണ്. ഹോസ്പിറ്റൽ റെക്കോർഡിൽ ഒരിടത്തും ഇഷ അരവിന്ദ് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? ആൾമാറാട്ടം ഒരു കുറ്റകൃത്യം തന്നെയാണ്. ഐ എം അവെയർ ഓഫ് ദാറ്റ്. പക്ഷേ ഇത് ആൾമാറാട്ടമല്ല, പേരുമാറ്റം മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഡോക്ടർ
എഗ്രി ചെയ്തോ? അത്ര പെട്ടെന്ന് എഗ്രി ചെയ്യില്ലല്ലോ. പിന്നെ നിർബന്ധിക്കുമ്പോൾ നമുക്കൊരു ഫേവർ ചെയ്തു തരുന്നു എന്ന മട്ടിൽ. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കാറുള്ളൂ എന്നാണ് ഒന്നിന്റെ വിചാരം. മണി ഈസ് പവർ. ഏത് വാതിലും അത് തുറക്കും. ശരി, നിന്റെ ഇഷ്ടം പോലെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കണം. ആവശ്യം വന്നില്ലെങ്കിലും നിന്നെ ഞാൻ വിളിക്കും. അവൾ മൊബൈൽ ബാഗിൽ വെച്ചു. ഒരു ഓട്ടോ പിടിച്ച് അവൾ അടുത്തുള്ള ഇന്റർനെറ്റ് കഫേയിലേക്ക് പോയി. മേലെ നോക്കിയപ്പോൾ വോട്ടർ ID കാർഡ് ജമുന ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവൾ അതിന്റെ ഒരു പ്രിന്റ് എടുത്തു. അവിടുന്ന് തന്നെ ലാമിനേറ്റ് ചെയ്ത് വാങ്ങി. ID കാർഡ് റെഡി. 6 വർഷം മുമ്പ് റെഡിയായ കാർഡാണ്. തൽക്കാലത്തെ ആവശ്യത്തിന് അത് മതി. പിന്നെ നേരെ ജൂബിലി ഹോസ്പിറ്റലിലേക്കാണ് അവൾ പോയത്. ലഗേജുമായി 105 നമ്പർ മുറിയിലെത്തി. വാതിൽ ലോക്ക് ചെയ്തിട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഷവറിന്റെ ചുവട്ടിൽ നിന്ന് സുഖമായി കുളിച്ചു. പുതിയ വേഷം ധരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല ഉന്മേഷം അനുഭവപ്പെട്ടു, ആത്മവിശ്വാസവും. രാത്രിയിൽ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാം. നാളെ ഡോക്ടർ ദർശന ചോദിക്കാനിടയുള്ള ചോദ്യങ്ങളും അവയ്ക്ക് പറയേണ്ടുന്ന ഉത്തരങ്ങളും ആലോചിച്ച് സീലിംഗ് ഫാനിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവൾ മുടി ഉണക്കി. സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് സബിതയുടെ മൊബൈലിലേക്ക് ജമുനയുടെ വിളി വന്നത്. ശ്രുതിയുടെ കൂട്ടുകാരി ജമുനയാണ് ഞാൻ. മനസ്സിലായി. ബാങ്ക് അക്കൗണ്ട് നമ്പർ പറയണോ അതോ മെസ്സേജ് അയച്ചാൽ മതിയോ? സബിത ചോദിച്ചു. ഇനി അതിന്റെ ആവശ്യമില്ല. അവളുടെ നഷ്ടപ്പെട്ട ബാഗ് തിരിച്ചു കിട്ടി. ഇപ്പോൾ അവൾ വിളിച്ചിരുന്നു. ഉവ്വോ, നന്നായി. ശ്രുതിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. ഇവിടെ പരിചയക്കാർ ആരുമില്ലാത്ത അന്യനാട്ടുകാരി ആയതുകൊണ്ട് മാത്രമല്ല. എന്റെ മരിച്ചുപോയ അനുജത്തിയെ പോലെയുണ്ട് ശ്രുതി. ഉവ്വോ, എങ്ങനെയാണ് അനുജത്തി മരിച്ചത്? ജമുന ചോദിച്ചു. സ്കൂട്ടർ ആക്സിഡന്റ് ആയിരുന്നു. അതുപോട്ടെ, ശ്രുതിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടർ ദർശന പറഞ്ഞു. ദർശന എന്റെ കസിനാണ്. ശരിയാണ്, ഷീസ് പ്രഗ്നന്റ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവൾ അവിടെ വന്നത്. ഓക്കെ ചേച്ചി, അവൾക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാവാം ജമുന കോള് പെട്ടെന്ന് കട്ട് ചെയ്തു. കൃഷ്ണനുണ്ണി ടൗണിലോട്ട് പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. വിശ്വനാഥ പിള്ളയും സൗദാമിനി അമ്മയും ടിവിയുടെ മുമ്പിലാണ്. അച്ഛന് കോമഡി ഷോയാണ് ഇഷ്ടം, അമ്മയ്ക്ക് സീരിയലും. രണ്ടും മാറി മാറി അവർ കാണും. സബിത അടുക്കളയിലേക്ക് ചെന്ന് അത്താഴമുണ്ടാക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും രാത്രിയിൽ കഞ്ഞിയാണിഷ്ടം, അല്ലെങ്കിൽ പാലിൽ ഓട്സ് കാച്ചിയത്. ഉണ്ണിയേട്ടനെ കുറച്ച് ചോറ് തന്നെ വേണം. അധികം കറികളൊന്നും വേണമെന്നില്ല. പുളിശ്ശേരിയും ഒരച്ചാറും ഉണ്ടെങ്കിൽ അതു മതി. എങ്കിലും സബിത ഒരു കഷ്ണം മീൻ പൊരിച്ചതോ അച്ചിങ്ങ തോരനോ ചീവക്കിഴങ്ങ് മെഴുക്കു പുരട്ടിയോ ഒക്കെ അയാൾക്ക് വേണ്ടി കരുതും. പുറം ജോലികൾക്ക് പകൽ രാജമ്മ എന്ന സ്ത്രീ വരും. പക്ഷേ പാചകം സ്വയം ചെയ്യണമെന്ന് സബിതയ്ക്ക് നിർബന്ധമാണ്. രാവിലെ 8:30 സ്കൂളിലേക്ക് പോകും. പഠിക്കൽ സ്കൂൾ ബസ്സിന് സ്റ്റോപ്പുണ്ട്. വൈകുന്നേരം 4:15 വീട്ടിലെത്തും. അതുകാരണം വീട്ടുജോലിക്ക് ആവശ്യത്തിന് സമയം കിട്ടുന്നുണ്ട്. അത്താഴം ഒരുക്കിക്കഴിഞ്ഞ് മേൽ കഴുകി വസ്ത്രം മാറിയിട്ട് അവൾ പുറത്തു വന്നു. സിറ്റൗട്ടിൽ കിടന്നിരുന്ന പത്രമെടുത്ത് മറിച്ചു നോക്കി. അപ്പോഴാണ് കൃഷ്ണനുണ്ണിയുടെ കാറിലെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം ഗേറ്റിന്റെ അഴികൾക്കുള്ളിലൂടെ അകത്തേക്ക് കയറി വന്നത്. അവൾ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. ടൗൺ ഹാളിൽ വെച്ച് ഒരു പുസ്തക പ്രകാശന ചടങ്ങുണ്ടെന്ന് അയാൾ നേരത്തെ പറഞ്ഞിരുന്നു. നല്ല ഫംഗ്ഷൻ ആയിരുന്നോ? അയാളോടൊപ്പം ബെഡ്റൂമിലേക്ക് നടക്കുമ്പോൾ സബിത ചോദിച്ചു. കവിതയല്ലേ, താല്പര്യമുള്ളവർ കുറവാണ്. എന്നിട്ടും പ്രതീക്ഷിച്ചതിലേറെയുണ്ടായിരുന്നു ഓഡിയൻസ്. അയാൾ ഷർട്ട് അഴിച്ചു. വെള്ളം ചൂടായി കിടപ്പുണ്ട്, കുളിച്ചിട്ട് വാ, ഒന്നിച്ചു കഴിക്കാമല്ലോ, അവൾ പറഞ്ഞു. വേണ്ട, അച്ഛനും അമ്മയ്ക്കും കൊടുക്ക്, നല്ല വിശപ്പില്ല. ലഘുഭക്ഷണമുണ്ടായിരുന്നു അവിടെ. അയാൾ കുളിക്കാൻ പോയപ്പോൾ വിശ്വനാഥ പിള്ളയ്ക്കും സൗദാമിനി അമ്മയ്ക്കും അവൾ ഭക്ഷണം കൊടുത്തു. ഉണ്ണി ഇരിക്കുന്നില്ലേ മോളെ? അമ്മ ചോദിച്ചു. വിശപ്പായില്ലെന്ന്. അവൻ വെളിയിൽ നിന്നും വല്ലതും കഴിച്ചു കാണും. 1 മാസം മുൻപ് വരെ വിശ്വനാഥ പിള്ളയും സൗദാമിനി അമ്മയും പാലക്കാട്ടുള്ള തറവാട്ടിലായിരുന്നു താമസം. അവരോടൊപ്പം ഉണ്ടായിരുന്ന ഇളയ മകൾ ഇന്ദുലേഖ വിവാഹം കഴിഞ്ഞ് ഡൽഹിയിലേക്ക് പോയപ്പോഴാണ് കൃഷ്ണനുണ്ണി ചെന്ന് അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടുവന്നത്. 2 പേർക്കും വരാൻ അത്ര മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ 2 അറ്റാക്ക് കഴിഞ്ഞ അച്ഛനെ ഒപ്പം താമസിപ്പിക്കുന്നതാണ് നല്ലതെന്ന് കൃഷ്ണനുണ്ണിക്ക് തോന്നി. ജപ്പാനിലുള്ള ഇളയ മകൻ സുദീപിന്റെ നിർബന്ധവും അതിന്റെ പിന്നിലുണ്ടായിരുന്നു. സാമാന്യം വലിയ 2 നില വീടാണ് കൃഷ്ണനുണ്ണിയുടേത്. താഴെ 2 ബെഡ്റൂമുണ്ട്, മുകളിൽ 3. മാസ്റ്റർ ബെഡ്റൂമാണ് കൃഷ്ണനുണ്ണിയും സബിതയും ഉപയോഗിക്കുന്നത്. മറ്റേത് അച്ഛനും അമ്മയും.
കുളി കഴിഞ്ഞ് വന്ന് അല്പനേരം ടിവിയിൽ വാർത്ത കണ്ടിട്ടാണ് കൃഷ്ണനുണ്ണി ഭക്ഷണം കഴിച്ചത്. സബിതയും ഒപ്പമിരുന്നു. അടുത്ത ഞായറാഴ്ച നമുക്ക് മണ്ണാർശാലയിൽ പോണം, ഉറങ്ങാൻ കിടക്കുമ്പോൾ അയാൾ പറഞ്ഞു. എന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? ചേർന്ന് കിടന്ന് സബിത ചോദിച്ചു. ഓഫീസിലെ അരവിന്ദ പറഞ്ഞു. ഞാൻ ഇനി ഒരമ്പലത്തിലേക്കുമില്ല. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. വേണ്ടാത്തവർക്ക് വെറുതെ കൊടുക്കും, വേണ്ടവർക്ക് യാചിച്ചാലും കൊടുക്കില്ല. എനിക്ക് കാണണ്ട ഒരു ദൈവങ്ങളെയും. ഇരുട്ടിൽ അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. ഉച്ചയായിട്ടും ഇഷയുടെ വാർഡിലേക്ക് ഡോക്ടർ വന്നില്ല. കാത്തിരുന്നിട്ട് ഫലമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഒന്നുകിൽ ഡോക്ടർ മറന്നു, അല്ലെങ്കിൽ അവഗണിക്കുന്നു. വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുത്തെന്ന് വരില്ല. കൺസൾട്ടേഷനിലോ ഓപ്പറേഷൻ തിയേറ്ററിലോ ആയിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ സൈലന്റ് മോഡിലായിരിക്കും. ഒരു മെസ്സേജ് അയക്കുന്നതാണ് അഭികാമ്യം. ഡോക്ടർ, ഐ വാണ്ട് ടു സീ യു, ഇറ്റ്സ് അർജന്റ്. അവൾ ഒരു SMS ടൈപ്പ് ചെയ്ത് ഡോക്ടർ ദർശനയുടെ നമ്പറിലേക്ക് അയച്ചു. ഉടൻ തന്നെ മെസ്സേജ് ഡെലിവറി റിപ്പോർട്ട് കിട്ടി. ഇനി എപ്പോഴെങ്കിലും വായിച്ചു നോക്കട്ടെ. പുറത്തു പോകാൻ അനുവാദമില്ലാത്തതുകൊണ്ട് അവൾ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്ന് ഊണ് കഴിച്ചു. പിന്നെ ഡോക്ടറുടെ വിളി പ്രതീക്ഷിച്ച് മൊബൈൽ കിടക്കയിൽ വെച്ച് കിടന്നു. 2:30 ഡോക്ടറുടെ മറുപടി വന്നു. കം ടു മൈ കൺസൾട്ടിംഗ് റൂം അറ്റ് 3:30. ഭാഗ്യം, 3:30 കാണാൻ അനുവാദം കിട്ടിയിരിക്കുന്നു. ഇനി 1 മണിക്കൂർ. അവൾ മുഖം കഴുകി തുടച്ച് ലൈറ്റായി മേക്കപ്പ് ഇട്ടു. ജീൻസും ടോപ്പും മാറ്റി ചുരിദാർ ധരിച്ചു. 3:30 10 മിനിറ്റുള്ളപ്പോൾ അവൾ ദർശനയുടെ കൺസൾട്ടിംഗ് റൂമിന്റെ മുന്നിലെത്തി. വൈകുന്നേരം 4 മണി മുതലാണ് OP തുടങ്ങുന്നതെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് ഒഴിഞ്ഞ കസേരകൾ മാത്രം. ആരും കാത്തിരിപ്പില്ല. അവൾ മൊബൈൽ എടുത്ത് വിളിച്ചു. വന്നോളൂ, ദർശന പറഞ്ഞു. വാതിൽ തുറന്ന് അവൾ കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി ചെന്നു. ഇരിക്ക്. ഡോക്ടറുടെ അടുത്ത് പേഷ്യന്റിനിരിക്കാനുള്ള കൈയില്ലാത്ത കസേരയിൽ അവളിരുന്നു. എന്താണ് ഇത്ര അർജന്റ്? ദർശന ചോദിച്ചു. ഇന്നലെ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞല്ലോ, ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ്. അവൾ നൊന്നു നിർത്തി. യുവർ ബേബി? ദർശന പൂരിപ്പിച്ചു. അവൾ തലകുലുക്കി. ഓക്കെ, ഒരു റിട്ടേൺ ഡിക്ലറേഷൻ തരണം, അതായത് സമ്മതപത്രം. ശ്രുതി മാത്രമല്ല, ഹസ്ബൻഡും അതിൽ ഒപ്പിടണം. ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ, ഐ ആം അൺമാരീഡ്. എങ്കിൽ എനി വൺ ഓഫ് യുവർ പേരൻസ്. 2 പേരും മരിച്ചു. അടുത്തേതെങ്കിലും ബന്ധുക്കളായാലും മതി. ദർശന വീണ്ടും പറഞ്ഞു. ആരെയും കിട്ടില്ല? ഒരു ബൈസ്റ്റാൻഡർ പോലും ഇല്ല. എങ്കിൽ നിങ്ങളുടെ ആവശ്യം നടക്കില്ല ശ്രുതി. അബോർഷൻ വെറും കുഞ്ഞുകളിയല്ല. യു ഷുഡ് ഹാവ് എ റെസ്പോൺസിബിൾ പേഴ്സൺ വിത്ത് യു. ഒരു എമർജൻസി വന്നാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? യെസ്. അവളുടെ സ്വരം ദുർബലമായി. ഇന്ന് തന്നെ ഞാൻ ഡിസ്ചാർജ് ചെയ്യാം. യു ക്യാൻ ട്രൈ യുവർ ലക്ക് സംവെയർ എൽസ്. ഏത് ഹോസ്പിറ്റലിലും ഇത് തന്നെയായിരിക്കും ആൻസർ. ഇഷ ഒരു നിമിഷം നിശബ്ദയായി മുഖം കുനിച്ചിരുന്നു. ടെൽ മീ, ഇങ്ങോട്ടുള്ള ഈ യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? ദർശന ചോദിച്ചു. എന്റെ കൂട്ടുകാരി ജമുനയ്ക്ക് പരിചയമുള്ളൊരു ആന്റിയുടെ വീട്ടിൽ താമസിച്ച് പ്രസവിച്ച് കുഞ്ഞിനെ ഏതെങ്കിലും ഓർഫനേജിൽ ഏൽപ്പിച്ചിട്ട് പോകാനായിരുന്നു. ബട്ട് ആന്റി ഇവിടെ ഇല്ല. ദർശന അവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ശ്രുതി, ഇഫ് യു ആർ വില്ലിംഗ്, ഐ ഹാവ് അനദർ ആൾട്ടർനേറ്റീവ്. അവൾ മനസ്സിലാകാത്ത മട്ടിൽ ഡോക്ടർ ദർശനയുടെ മുഖത്തേക്ക് നോക്കി.